നമസ്കാരം. തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും. തൊടുകുറിയിലൂടെ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തെ ചിത്രം ഗരുഡനും രണ്ടാമത്തെ ചിത്രം നാഗവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ ഗരുഡനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ഉടനെ തന്നെ സംഭവിക്കും എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷം പകരുന്നതായ ഒരു കാര്യമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നേട്ടങ്ങൾക്കോ ഉയർച്ചയ്ക്കോ സഹായകരമായി തീരുന്ന ചില കാര്യങ്ങളായി അത്തരം കാര്യങ്ങൾ മാറും എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ചെയ്യുന്നതായ ചില കാര്യങ്ങളിൽ വിജയങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരണം എന്ന് തന്നെയാണ് പ്രാർത്ഥന. അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ വിജയമോ നേട്ടമോ സന്തോഷകരമായ നിമിഷങ്ങളോ കടന്ന് വരാവുന്നതുമാണ്. നെഗറ്റീവ് ഊർജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാം. നെഗറ്റീവ് ഊർജം അല്പം താഴുന്നതിന് അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്പം ഒഴിയുന്നതിന് സഹായകരമാണ് ഈ സമയം എന്ന കാര്യം ഓർക്കുക. ഈശ്വര കടാക്ഷം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും അനുകൂലമാകാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ നേടിയതെല്ലാം തന്നെ നഷ്ടപ്പെടാതെ കൂടെയുണ്ടാകും എന്ന കാര്യം ഓർക്കുക. പലതും നിങ്ങൾ നേടിയിട്ടുള്ളതാകുന്നു, അതെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നതാണ് വാസ്തവം. അത് ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. വിഷമതകൾ വരുമ്പോൾ ഈശ്വരനെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. പല രീതിയിലുള്ള വിഷമങ്ങൾ മനസ്സിലുണ്ടാകാം. അത്തരത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഈശ്വര വിശ്വാസം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ആ സമയം ഈശ്വരനിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യേണ്ടത്. ഈ സമയത്ത് ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശരിയായ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കും. അതിനാൽ ഇപ്പോൾ നടക്കുമോ ഇല്ലയോ എന്ന ചിന്ത അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിനാൽ എല്ലാം എൻ്റെ ജീവിതത്തിൽ അനുകൂലമായി നടക്കും എന്ന ചിന്ത, പോസിറ്റീവായ ചിന്താഗതി നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് അഥവാ അത് വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അപ്രകാരം ചെയ്യുക. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കുക. സ്വാതന്ത്ര്യം വളരെയധികം ഇഷ്ടപ്പെടുന്നവരും അത് പല അവസരങ്ങളിലും ലഭിക്കുകയും ചില അവസരങ്ങളിൽ നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസം അത് നിങ്ങൾക്ക് അനിവാര്യമായ ഘടകമാകുന്നു. അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുക തന്നെ ചെയ്യും. ഏത് കാര്യവും ചെയ്യുവാൻ സന്നദ്ധമായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും പലരും തിരിച്ചറിയണമെന്നില്ല എന്നതാണ് വാസ്തവം. അതല്ല എങ്കിൽ അവർ കാണാത്തതുപോലെ പെരുമാറുന്നു. അത്തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരല്പം വിഷമത്തിന് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. ഏത് കാര്യമാണ് എങ്കിലും അത് ഏറ്റെടുത്ത് ഭംഗിയായി നടത്തുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ നിങ്ങൾക്ക് ഒരിക്കലും സംശയമോ ഭയമോ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഏത് കാര്യവും ശരിയായ രീതിയിൽ ചെയ്ത് അത് വിജയത്തിൽ എത്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നവരാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്.
ഏത് കാര്യവും നന്നായി ആസൂത്രണം ചെയ്യുന്നവരും അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരുമാണ് നിങ്ങൾ നിങ്ങളുടെ ഈ കഴിവുകൾ തീർച്ചയായും തിരിച്ചറിയണം എന്നതാണ് വാസ്തവം. അത് പലപ്പോഴും തിരിച്ചറിയാത്തതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നതും വാസ്തവമാണ്. അതിനാൽ ഇത്തരം കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക. ഏത് ആഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എങ്കിലും, അതായത് ഏത് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എങ്കിലും ആ ആഗ്രഹങ്ങൾ നടത്തുവാനുള്ള ഒരു കഴിവ്, നേടിയെടുക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ കഠിനാധ്വാനികൾ തന്നെയാണ്. പരിശ്രമിച്ച് കാര്യങ്ങൾ നേടി അതിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ മിടുക്ക് തന്നെയാകുന്നു. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതായ കഴിവ് തന്നെയാണ്. മറ്റുള്ളവരെ നന്നായി സ്നേഹിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് പലരും തിരിച്ചറിയുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. എങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക തന്നെ വേണം. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നവരാകുന്നു. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന ചിന്താഗതിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ളത് എന്നതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത സൗഖ്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ച് നേടാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ കുറച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ശുഭകരമായി ചിന്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതായ ശക്തി നിങ്ങളിലുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുത്ത്, അതായത് ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരും ഉറച്ച മനസ്സുള്ളവരുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്രയും ശക്തി നിങ്ങളിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. രണ്ടാമത്തെ ചിത്രമായ നാഗത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അഭീഷ്ടസാധ്യം നടക്കും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ഇപ്പോൾ എത്ര ദുരിതത്തിലാണ് എങ്കിലും അത് തരണം ചെയ്ത് പുരോഗതി കൈവരിക്കുവാനുള്ള മനസ്സ്, അധ്വാനിക്കാനുള്ള മനസ്സും ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തന്മൂലം ആഡംബരപൂർണമായ ജീവിതം അല്ലെങ്കിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അത്തരത്തിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ആഗ്രഹങ്ങൾ നടക്കുവാൻ എടുത്തു ചാടുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തു ചാടി പല തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അബദ്ധം പിണഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അതിൽ മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങളിൽ അതൊരു പാഠമായി എടുത്ത് പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അത് ഭാവിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉപകാരപ്പെടും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിരാശകൾ വന്നു ചേരാം. ഇപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരാശയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ അത് സ്വയം തിരുത്തി മുന്നോട്ട് പോകുവാനും എപ്രകാരം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും, കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണം. പല പരാജയങ്ങളും സംഭവിച്ചു എന്ന് വരാം. വിജയത്തിന് മുന്നോടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം സാമ്പത്തികപരമായി അല്പം താഴ്ചയിലാകാം. അതിൻ്റെ അർത്ഥം എന്നും നിങ്ങൾ അപ്രകാരമായിരിക്കും എന്നല്ല. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായ സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പരാജയത്തിൽ നിന്നും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന അത്തരത്തിൽ കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ.
പണം സമ്പാദിക്കാനുള്ള വഴികൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. അത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കാരണം ഭാഗ്യം അനുകൂലമാകാൻ പോവുകയാണ്. അതിനാൽ പരസഹായമില്ലാതെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവരുടെ ഉപദേശത്താൽ പല കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് വിനയായി തീരുവാനും സാധ്യതയുണ്ട്. അതിനാൽ സ്വയം ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. വളരെയധികം ചിന്തിച്ച് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം തന്നെ ഈശ്വര നിശ്ചയം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്നതും നിങ്ങളുടെ മേന്മയായി തന്നെ പരാമർശിക്കാം. മറ്റുള്ളവരെ അധികം കുറ്റപ്പെടുത്താത്തവർ എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. സ്നേഹസമ്പന്നരാണ് നിങ്ങൾ. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ്, മനസ്സ് നിങ്ങൾക്കുണ്ട്. കാപട്യങ്ങൾ നിറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ ശക്തി കടന്ന് വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പലരുടെയും സ്നേഹം കപടമാണ്. ഏവരും എന്നല്ല പറഞ്ഞത്, ചിലരുടെ സ്നേഹം അത്തരത്തിലാകും. അവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഇവ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ബന്ധങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുകയും അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നവരുമാണ് നിങ്ങൾ. തർക്കങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ പ്രത്യേകമായ ഒരു കഴിവ് നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ വൈകിപ്പോകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയും. അലസത നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റണം. അഥവാ ആലസ്യം, പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവയ്ക്കുന്നതായ പ്രവണത പലപ്പോഴുമുണ്ട്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ നിങ്ങളായി തന്നെ തട്ടിത്തെറിപ്പിക്കുന്നതായ ഒരു അവസ്ഥയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിനെ ഏകാഗ്രമായി കൊണ്ടുപോകുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരം കഴിവുകളും നിങ്ങളിലുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഇഷ്ടാനുസരണം ജീവിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന താൽക്കാലികമായ വിഷമങ്ങൾ, ദുരിതങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.